എല്ലാ പ്രിയപ്പെട്ട മീഡിയ സുഹൃത്തുക്കൾക്കും ഞങ്ങൾ കിരാത സിനിമ ടീമിന്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഞങ്ങളുടെ സിനിമ കിരാത ജനുവരി 23-ന് കേരളത്തിലെ തിയേറ്ററുകളിൽ എത്തുകയാണ്. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവ കഥയുടെ ചലച്ചിത്രാവിഷ്കാരമാണ് കിരാത. കിരാതയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ടാലന്റഡ് ആയിട്ടുള്ള ന്യൂ കമേഴ്സ്, പ്രത്യേകിച്ചും ഫാഷൻ ലോകത്ത് നിന്നും മോഡലിംഗ് രംഗത്ത് നിന്നുമുള്ള ടാലന്റഡ് ആയിട്ടുള്ള ഒരുപാട് പുതുമുഖങ്ങൾ, അവരോടൊപ്പം സീസൺഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ ഒരു മിക്സ്ചറാണ് ഈ സിനിമ. സീസൺഡ് ആർട്ടിസ്റ്റുകളായിട്ടുള്ള MR ഗോപകുമാർ ചേട്ടൻ, ചെമ്പിൽ അശോകൻ ചേട്ടൻ, ദിനേശ് പണിക്കരേട്ടൻ, ഡോക്ടർ രജിത് കുമാർ, രാജ്മോഹൻ ജി, അരിസ്റ്റോ സുരേഷ്, നീന കുറുപ്പ്, വൈഗ റോസ്, അങ്ങനെ ഒത്തിരി ആർട്ടിസ്റ്റുകൾ അണിനിരക്കുന്ന ഒരു ആക്ഷൻ ക്രൈം ത്രില്ലറാണ് കിരാത. ഞാൻ മൈക്ക് മറ്റുള്ളവരിലേക്ക് കൈമാറുന്നതിന് മുമ്പ് ഞങ്ങളുടെ ടീമിനെ ഒന്ന് പരിചയപ്പെടുത്താം. ഏതൊരു പ്രോജക്റ്റിന്റെയും സാക്ഷാത്കാരം എന്ന് പറയുന്നത് അതിന് ഒരു ഇൻവെസ്റ്റർ എത്തുമ്പോഴാണ്. നമ്മുടെ ഇൻവെസ്റ്റർ എടത്തൊടി ഭാസ്കരൻ സാർ, അദ്ദേഹം ഒറ്റപ്പാലം സ്വദേശിയാണ്. പക്ഷെ കഴിഞ്ഞ 40 വർഷത്തിലേറെയായിട്ട് ഗൾഫ് ജീവിതം നയിക്കുന്നു, അവിടെ ജോലി ചെയ്യുന്നു. വളരെ സ്പിരിറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസറാണ് എടത്തൊടി ഭാസ്കരൻ സാർ. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഞാൻ കാണുന്ന ഒരു ഹൈലൈറ്റ്. ഒരു PRO എന്ന നിലയിൽ ഞാൻ കാണുന്ന ഒരു ഹൈലൈറ്റ്, ഇതുപോലെയുള്ള പ്രൊഡ്യൂസേഴ്സിനെ മലയാള സിനിമയിൽ ആവശ്യമാണ്. നമ്മൾ അദ്ദേഹത്തെ സേഫ് ഗാർഡ് ചെയ്യണം. അങ്ങനെയുള്ള എടത്തൊടി ഭാസ്കരൻ സാർ, അദ്ദേഹത്തിന്റെ മിസ്സസ് ചന്ദ്രമതി മാഡം ഈ കമ്പനിയുടെ MD ആണ്. അതുപോലെ തന്നെ വ്യത്യസ്തവും വൈവിധ്യവുമാർന്ന നിരവധി വേഷങ്ങളിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ MR ഗോപകുമാർ ചേട്ടൻ, ബിഗ് ബോസ് എന്ന ഏറ്റവും വലിയ റിയാലിറ്റി ഷോയിലൂടെ അതിപ്രശസ്തനായി തീർന്ന് ഇപ്പോൾ നിരവധി ചെറുതും വലുതുമായ കഥാപാത്രങ്ങളിലൂടെ തന്റേതായ സ്ഥാനം ഉറപ്പിക്കാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഡോക്ടർ രജിത് കുമാർ, സംവിധായകൻ റോഷൻ കോന്നി. അദ്ദേഹം സംവിധാന ചുമതല മാത്രമല്ല ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ചെയ്തിരിക്കുന്നത്, എഡിറ്റിംഗ്, DOP അങ്ങനെയുള്ള കാറ്റഗറീസ് ഒക്കെ തന്നെ അദ്ദേഹം ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ നേരത്തെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞത്, വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്ന, സൂക്ഷ്മ നിരീക്ഷണമുള്ള, ഒരു വിഷനുള്ള ഒരു സംവിധായകനാണെന്നാണ്. മലയാള സിനിമയുടെ ഭാഗതയെ നിർണ്ണയിക്കുന്ന തരത്തിൽ റോഷൻ കോന്നി എന്ന സംവിധായകൻ വളരട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പ്രോത്സാഹനം അദ്ദേഹത്തിന് ഉണ്ടാകണം. അതുപോലെ തന്നെ ഈ സിനിമയുടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ, നിരവധി സിനിമകൾക്ക് പിന്നിൽ നിന്ന് ചുക്കാൻ പിടിക്കുന്ന കലേഷ് കുമാർ, അദ്ദേഹവും ഭാവി വാഗ്ദാനമാണ്. ഈ സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എടത്തൊടി ഫിലിംസിന്റെ ബാനറിൽ ശ്രീ സുധൻ രാജ് വഴിക്കാണ്. സുധൻ രാജ് സംവിധായകനാണ്, നിർമ്മാതാവാണ്, നടനാണ്, നല്ലൊരു ഗായകൻ കൂടിയാണ്. റൈറ്റർ ശ്രീമതി ജിറ്റ ബഷീർ, റോഷൻ കോന്നിയുടെ വൈഫാണ്. നായകൻ സച്ചിൻ പാലപ്പറമ്പിൽ. എൻ്റെ പേര് അൻവർ, ഞാനൊരു പുതുമുഖമാണ്. ട്രിവാൻഡ്രത്ത് നിന്നാണ്. നല്ല നെഗറ്റീവ് എനർജി. ഹലോ, എൻ്റെ പേര് ഇയാൻ റോഷൻ. ഞാൻ ഇതിനകത്ത് ചെറിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഞാൻ വരുന്നത് പത്തനംതിട്ട കോന്നിയിൽ നിന്നാണ്. ഹലോ, എൻ്റെ പേര് അതുല്യ അയ്യർ. ഞാൻ ആലുവയിലാണ് വരുന്നത്. ഈ ഒരു മൂവിയിൽ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. പ്രൊഫഷണലി മോഡലാണ്. ചെറിയൊരു വേഷമൊന്നുമല്ല, ഈ സിനിമയുടെ നായിക ആണ്. 2-3 നായികമാരിലെ ഒരു നായികയാണ് അതുല്യ. ചെറുതാക്കി പറയുന്നത് കിട്ടില്ലേ? കൂടോത്രം ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലേ, നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പം അവിടെ ഈവൻ ഇഫക്റ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി വർക്ക് ചെയ്യുന്നത് ആ മൈക്കിലേക്ക് അത് കയറി. ആ പ്രവാഹം ഇതുവരെയും തടസ്സമില്ലാത്ത ഫൈനൽ എല്ലാവരെയും കൂടെ കിട്ടിയപ്പോൾ ഇത് ഗംഭീരമാവും, ഭൂമിയാവും എന്ന് മനസ്സിലായപ്പോൾ അതിനകത്തേക്ക് നെഗറ്റീവ് എനർജി കയറി. എവിടെ വേണോ തന്നെ കയറും. കിരാതയുടെ പ്രൊഡക്ഷൻ മാനേജർ ബഷീർ സാർ. എന്തായാലും ഞാൻ മൈക്ക്
പ്രൊഡ്യൂസർക്ക് കൊടുക്കുകയാണ്. അദ്ദേഹത്തിൽ നിന്നും തുടങ്ങാം. ഇവിടെ സന്നിഹിതരായ എല്ലാ മീഡിയയുടെ ആളുകൾക്കും നന്ദി. ഞാൻ ഇടത്തൊടി ഭാസ്കരൻ, ഈ സിനിമയുടെ പ്രൊഡ്യൂസർ. കഴിഞ്ഞ 43 വർഷമായി ബഹ്റൈനിലും സൗദിയിലുമായിട്ട് ജീവിച്ചു വരുന്ന ഒരാളാണ്. താമസം ബഹ്റൈനിലാണ്. എൻ്റെ വൈഫ് ചന്ദ്രമതി. പിന്നെ ഞങ്ങൾക്ക് 2 ആൺമക്കള്. മൂത്ത മകൻ്റെ കല്യാണം കഴിഞ്ഞു. അവരുടെ ഭാര്യയുണ്ട്. അങ്ങനെ ഒരു കുട്ടിയുണ്ട്. അപ്പൊ അങ്ങനെ ചെറിയൊരു കുടുംബമായിട്ട് കഴിഞ്ഞ് സന്തോഷമായി കഴിഞ്ഞു വരുന്ന ഒരു കുടുംബമാണ് ഞങ്ങള്. പിന്നെ ഈ സിനിമയിലേക്ക് വരുന്നത് ആകസ്മികമായിട്ടാണ് വന്നത്. അതൊരു കൂട്ടുകെട്ടിലൂടെ. വേറൊരു പ്രതി എൻ്റെ വളരെ സുഹൃത്തായിരുന്നു. 8-9 കൊല്ലം. അത് ഫേസ്ബുക്കിലൂടെയാണ്. ഫേസ്ബുക്കിൽ പല ചതികളും നമ്മൾ നേരിട്ട് അവര് അനുഭവിച്ച കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ഉൾപ്പെട്ട ഒരു സംഭവത്തിൽ അങ്ങയുടെ പ്രേരണ കാരണം ഞാനൊരു ഈ ഷോർട്ട് ഫിലിം പറഞ്ഞ പോലെ ഇറക്കാനായിട്ട് തയ്യാറായി. അപ്പൊ അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് മുഴുവൻ ഞാൻ ഏറ്റെടുത്തു. രണ്ടുപേരും തമ്മിൽ പാതി ഷെയർ ചെയ്തിട്ട് ചെയ്യാന്ന് പറഞ്ഞത്. അയാൾ അവസാനം മുങ്ങി. അപ്പൊ അങ്ങനെ ഇത് പിന്നെ കഥ മനസ്സിലാക്കിയപ്പോൾ ഇത് ഷോർട്ട് ഫിലിം ആയാൽ ശരിയാവില്ല, അത് സിനിമ തന്നെ ആക്കണം. അപ്പൊ അത് ഒരുപാട് ചേഞ്ചസ് ചെയ്തു. സ്റ്റാർട്ടിങ് മുതലേ നമ്മളിങ്ങനെ ഓരോ റിവിഷൻ ചെയ്തിട്ട് 4 തവണ റീഷൂട്ട് ചെയ്തിട്ടാണ് അവസാനം ഇങ്ങനെ ഒരു നല്ലൊരു സംഭവത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ പടത്തിൽ എല്ലാവിധ ഇൻഗ്രീഡിയൻസും ഉണ്ട്. പടം കിരാത എന്ന പേര് തന്നെ നമുക്ക് ഇൻ ദ ഡെഡ് ഓഫ് നൈറ്റിലാണ്. രാത്രിയിലെ എന്തോ ഒരു ഭീകരത ആണ് ഈ പടത്തിന്റെ ടൈറ്റിൽ തന്നെ. അപ്പൊ ഇതൊന്നൊരു കൊന്നിയിൽ നടന്ന സംഭവത്തെ ആസ്പദമാക്കി ചെയ്ത ഇതാണ്. നരബലി എഴുതുന്നുണ്ട്. പിന്നെ ഈവിൾ എഫക്ട്സ് നമ്മുടെ ഡോക്ടർ കുമാർ പറഞ്ഞ പോലെ എന്താണ് ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ഈവിൾ സ്പിരിറ്റ് ഇതൊക്കെ കോർത്തിണക്കി നല്ലൊരു കലാവിരുന്ന് ആസ്വദിക്കാവുന്ന രീതിയിലാണ് ഞങ്ങൾ ഈ പടം നിർമ്മിച്ചത്. ഇത് പലവിധ ഘട്ടങ്ങളിലൂടെ ബുദ്ധിമുട്ടുകളിലൂടെ കയറുമെന്നാണ്. അവസാനം വന്നിട്ട് സെൻസർ ബോർഡ് പോലും അവർ കണ്ടപ്പോൾ പറഞ്ഞു, ഇത് ലാസ്റ്റിൽ നിങ്ങൾ ഇത് ശരിയല്ല, നിങ്ങൾ കഥാതത്വം നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അത് മാറ്റിയെടുക്കണം. 2 ആഴ്ച സമയം തന്നു. അതിനുള്ളിൽ റീഷൂട്ട് ചെയ്തിട്ട് കൊണ്ടുവരണം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ധൃതി വെച്ച് ഞങ്ങളുടെ അവസാനത്തെ ക്ലൈമാക്സ് കൊച്ചിയിൽ തന്നെ ചെയ്യുകയുണ്ടായി. അത് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഭാഗ്യം വീണ്ടും കിട്ടുകയുണ്ടായി. കാരണം നമുക്ക് എൻ്റെ പ്രിയ സുഹൃത്ത് അപ്പൊ അങ്ങനെ ക്ലൈമാക്സ് പിടിച്ച സാഹചര്യത്തിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട ചില സീസൺഡ് ആർട്ടിസ്റ്റുകളെ കിട്ടി. എൻ്റെ സുഹൃത്താണ് ശ്രീ ഗോകുമാർ. അദ്ദേഹം വേറെ വരികയുണ്ടായി. അതിന്റെ അങ്ങനെ ഞങ്ങൾക്ക് ഭാഗ്യം വീണ്ടും ലഭിച്ചു. എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ ഗോകുമാർ സാറിനെ കിട്ടി. അദ്ദേഹത്തിന് ഞങ്ങൾ ബഹറിൽ കൊണ്ടുവന്നായിരുന്നു വേറൊരു ഷോർട്ട് ഫിലിമിന്റെ ഉദ്ഘാടനത്തിനൊക്കെ ആയിട്ട്. അവിടെ വെച്ചും അദ്ദേഹത്തിന്റെ കൂടെ ചെറിയ രീതിയിലൊരു അഭിനയിക്കാനുള്ള സാധ്യത കൂടെ എനിക്ക് ഭാഗ്യം ലഭിച്ചു എന്ന് പറയാം. അദ്ദേഹം സീസണിന്റെ ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അതും എന്നെ പോലുള്ള ഒരു എളിയ കലാകാരൻ അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അതൊരു ഷോർട്ട് ഫിലിമായിരുന്നു, അച്ഛൻ മാഷ്. അത് വളരെ നല്ല ഒരു കഥാപ്രമേയമാണ്. 22 മിനിറ്റിന്റെ ഷോർട്ട് ഫിലിമാണ്. അത് പല അവാർഡുകൾക്കും ഇവിടെ ഞങ്ങൾ പിന്നെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കേരള ഫിലിമിന്റെ അക്കാഡമി ഒക്കെ. അപ്പൊ അതിലാണ് ഗോകുമാർ സാറിനെ ബഹറിൽ കൊണ്ടതും. അന്ന് ഞങ്ങൾ വളരെ അടുത്ത് ഇടപഴകി. അദ്ദേഹത്തിന് ഈ സിനിമയിൽ നിന്ന് ഒരു ചാൻസ് കൊടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായി. ആ ആഗ്രഹത്തിന് ഈ സെൻസർ ബോർഡ് നമുക്ക് കത്തിവെച്ചത് വളരെ ഉപകാരപ്പെട്ടു. അങ്ങനെ പിന്നെ വേറൊരു സ്റ്റാർ മീഡിയ സീസൺസ് ആർട്ടിസ്റ്റാണ് മറ്റേ ദിനേശ് പണിക്കർ സാറിനെയും കൊണ്ടുവന്നു. ഇവരൊക്കെ പിന്നെ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞ ആ സമയം തന്നെ ഇവര് സമ്മതിക്കുകയുണ്ടായി. അങ്ങനെ വന്നിട്ട് അവസാനം ഈ ക്ലൈമാക്സ് നന്നായി ഞങ്ങൾ പിടിച്ചു. ഈ പടം ഒരു നല്ലൊരു മെസ്സേജാണ് സൊസൈറ്റിക്ക് കൊടുക്കുന്നത്. കാരണം നമ്മൾ ഇന്നും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന നരബലിയും മറ്റേ ഈ അന്ധവിശ്വാസങ്ങളിലൂന്നി നല്ല കുടുംബങ്ങൾ വഴിവഴിച്ച് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്.
അപ്പോൾ അത് ഈ സിനിമ കാണുമ്പോൾ പേരൻസിന്, രക്ഷിതാക്കൾക്ക് നല്ലൊരു മെസ്സേജ് ഉണ്ട്, കോളേജിൽ പഠിക്കുന്ന യുവജനങ്ങൾക്ക് നല്ലൊരു മെസ്സേജ് ഉണ്ട്, സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് ഉണ്ട്. നമ്മൾ നല്ല രീതിയിൽ നല്ല കൂട്ടുകെട്ടോടെ പോവുകയാണെങ്കിൽ ഇത് ജീവിതം സുഖകരമായിരിക്കും എന്നൊരു മെസ്സേജ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്.